ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഒരു മെയിൻ ടോപ്പിക് തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് ഫേസസിനെ പറ്റിയിട്ട് ഒരു 6 ഫേസസ് ആണ് നമ്മൾ 3 ക്ലാസ്സുകളിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചേക്കുന്നത്. ഓക്കെ, അതെല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യണം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്കുള്ള ഈ ഒരു സ്റ്റേജ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ പറഞ്ഞ ഫേസസ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് ത്രൂ ഔട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സിലെ ഡിഫറെൻറ്റ് ഫേസസ് അല്ലേ. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത് നമുക്ക് SDLC ആണ്. SDLC നമ്മൾ ഓൾറെഡി ഇന്ന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. SDLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്നാണ്, അല്ലെങ്കിൽ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, നോക്കൂ, നിങ്ങൾ ഈ ഫിഗറിനകത്ത് നോക്കൂ. ഈ ഒരു ഫിഗറിനകത്ത് നമ്മളെ ഡിഫറെന്റ് ഫേസസ് നോക്കൂ. ഫസ്റ്റ് ഫേസ് പ്ലാനിങ്, അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ്. ഇങ്ങനെയൊരു 6 ഫേസസ് ഒരു സർക്കുലർ പിക്ചറായിട്ട്, ഒരു സൈക്കിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പഠിച്ചതിൽ കുറച്ചൊരു വ്യത്യാസം വരുന്ന ആ പ്ലാനിങ് ഫേസിലൊക്കെ നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡിയാണ് ആക്ച്വലി പഠിച്ചേക്കുന്നത് അല്ലേ. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ നോക്കും, വാട്ടർഫോൾ മോഡൽ, ഇറ്ററേറ്റീവ് മോഡൽ, അതേപോലെ തന്നെ റാപ്പിഡ് പ്രോട്ടോടൈപ്പ് മോഡൽ, എവല്യൂഷണറി മോഡൽ, സ്പൈറൽ മോഡൽ, ഫിഷ് മോഡൽ, വി ഷേപ്പ് മോഡൽ, റാഡ് മോഡൽ, ഇൻക്രിമെന്റൽ മോഡൽ എന്നൊക്കെ പറഞ്ഞ് കുറെ SDLC മോഡൽസ്. അപ്പൊ എന്താണ് SDLC, എന്താണ് SDLC മോഡൽ? ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് മോഡൽസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇതിനകത്ത് കുറച്ചെണ്ണം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ എജൈൽ മോഡലൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പഠിക്കാനുള്ളതിനകത്ത് എജൈൽ മോഡലൊക്കെ പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മുതൽ അതിന്റെ എക്സ്പയർ എപ്പോഴാണോ അതുവരെയുള്ള ആ സോഫ്റ്റ്വെയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സീരീസ് ഓഫ് സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസിനെയാണ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് സ്റ്റേജസ് ദാറ്റ് എ സോഫ്റ്റ്വെയർ അണ്ടർഗോസ് ഡ്യൂറിംഗ് ലൈഫ് ടൈം. A software life cycle model is a diagrammatical representation of software life cycle. So software life cycle എന്താന്ന് പറഞ്ഞു, സീരീസ് ഓഫ് സ്റ്റേജസ് ആണ്. ഓക്കെ, ആക്ച്വലി ഒരു സോഫ്റ്റ്വെയറിന്റെ നമ്മൾ ആ പ്ലാനിങ് സ്റ്റേജ് മുതൽ അതിന്റെ ഡെത്ത് വരെ അല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി വരെ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു, അത് ഡെലിവറി ചെയ്തു, നമ്മളൊരു ടീമിന് അത് നമ്മൾ ആ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്തു, അവരത് കുറേ വർഷം യൂസ് ചെയ്തു, നമ്മൾ അതിനുള്ള മെയിൻ്റനൻസ് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തു, എന്നിട്ട് അവർ അത് എക്സ്പയർ ആവുന്ന, അതായത് അതേപോലത്തെ വേറെ നല്ല സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പയർ ആവുന്ന ഒരു സ്റ്റേജ് വരും. അപ്പോൾ അതുവരെയുള്ള കംപ്ലീറ്റ് സ്റ്റേജസിനെയാണ് എന്ന് പറയുന്നത് SDLC എന്ന് പറയുന്നത്. ഈ SDLCനെ നമ്മൾ പിക്ചോറിയലി റെപ്രസെന്റ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് SDLC മോഡൽ. ഓക്കെ, SDLC മോഡലിനകത്ത് ഈ പറഞ്ഞ ഫേസസ് ഒക്കെ അതേപോലെ പിക്ചോറിയലി നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി നേരത്തെ പറഞ്ഞ ഏതൊക്കെ മോഡൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, ഫിഗർ റൈറ്റ് സൈഡിൽ നോക്കും. ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ, ഫസ്റ്റ് വൺ. ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് മോഡൽ, സ്പൈറൽ മോഡൽ, എജൈൽ മോഡൽ. ഈ 5 മോഡൽസ് ആണ് SDLC മോഡൽസ് ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കാനുള്ള. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നോക്കാം, വാട്ടർഫോൾ മോഡൽ. ഓക്കെ, ഇതിനകത്ത് വാട്ടർഫോൾ മോഡലിന്റെ ഒരു ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇതിനെ മുന്നേ പഠിച്ച സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്തുള്ള 6 ഫേസസ് ആണ്. ഓക്കെ, വാട്ടർഫോൾ മോഡലിന്റെ ഫേസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫീസിബിലിറ്റി സ്റ്റഡി, രണ്ടാമത്തത് റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, മൂന്നാമത്തത് ഡിസൈൻ, നാലാമത്തത് കോഡിംഗ്, അഞ്ചാമത്തത് ടെസ്റ്റിംഗ്, ആറാമത്തത് മെയിൻ്റനൻസ്. ഓക്കെ, എന്താ ഇതിന് വാട്ടർഫോൾ മോഡൽ എന്ന് പറയാൻ കാരണം?
നിങ്ങൾ ആ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കൂ. ഏറ്റവും റൈറ്റ് സൈഡ് കോർണറിനകത്ത് ഞാനൊരു വാട്ടർഫോളിന്റെ ഫിഗർ വെച്ചേക്കുന്നുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? അതും ഈ നമ്മളെ ഈ മോഡലും വാട്ടർഫോൾ മോഡലും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാ? ആ വെള്ളച്ചാട്ടം നമ്മള് വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട്, കുറച്ച് ഡിസ്റ്റൻസിൽ ഒഴുകി വരുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കുറേ സ്റ്റെപ്സ് പോലെ അല്ലേ? വെള്ളം ആദ്യത്തെ സ്റ്റെപ്പിൽ വീണു, ദെൻ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ വീണു, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ വീണു. അങ്ങനെയാണ് ആ വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഫ്ലോ അല്ലേ? അതിൽ തന്നെ ചെറിയ ചില സ്റ്റെപ്പിലൊക്കെ കുറഞ്ഞ ഡ്യൂറേഷനേ ഉള്ളൂ. കാരണം ചിലതിനകത്തോ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഒഴുകി പോയിട്ട് മാത്രമേ ഉള്ളൂ ദെൻ അടുത്തൊരു ഫ്ലോ അല്ലെങ്കിൽ അടുത്തൊരു ചാട്ടം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ റിപ്രസെന്റ് ചെയ്തേക്കുന്നത്. നമുക്കൊരു ലീനിയർ ഓർഡറിനകത്ത് ആ ഫീസിബിലിറ്റി സ്റ്റഡി, ഈ ഫിഗറിനകത്ത് നോക്കൂ, ഫീസിബിലിറ്റി സ്റ്റഡി ആദ്യം, അതിൽ നിന്ന് നേരെ റിക്വയർമെന്റ് അനാലിസിസിലോട്ട് പോകുന്നു. അതിൽ നിന്ന് നേരെ ഡിസൈൻ, ദെൻ കോഡിംഗ്, ദെൻ ടെസ്റ്റിംഗ്, ദെൻ മെയിൻ്റനൻസ്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന പോലെ ഈ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ തന്നെയാണ് ഇതിനകത്ത്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം റിവേഴ്സ് ഓർഡറിൽ തിരിച്ചു പോവില്ല. അതേപോലെ തന്നെ വാട്ടർഫോൾ മോഡലിന് ഒരു സ്റ്റെപ്പ് വൺസ് ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഫേസിലോട്ട് നമ്മൾ തിരിച്ചു പോകില്ല. ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയ ശേഷം ആ ഒരു പ്രോജക്റ്റ് ഫീസിബിൾ ആണെങ്കിൽ നമ്മൾ അതിന്റെ റിക്വയർമെന്റ് അനാലിസിസ് സ്റ്റേജ് നടത്തും. ഓക്കെ, ഫീസിബിലിറ്റി സ്റ്റഡിയുടെ അത് കഴിഞ്ഞ ശേഷം ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഉണ്ടാവാം അല്ലെ? നമ്മൾ പഠിച്ചില്ലേ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ആ പ്രോജക്റ്റ് നമുക്ക് എത്രത്തോളം ഫീസിബിൾ ആണ് എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട്, ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഇതൊരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ആ ഒരു ഡോക്യുമെന്റ് ആണ് അതിന്റെ ഔട്ട്പുട്ട്. ആ ഒരു ഔട്ട്പുട്ട് വെച്ചിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ എന്തെല്ലാം റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ആ സോഫ്റ്റ്വെയറിനെ കൊണ്ട് ചെയ്യിക്കണം എന്നതാണ് റിക്വയർമെന്റ്സ്. ഓക്കെ, ആ റിക്വയർമെന്റ് നമ്മൾ ആദ്യം റിക്വയർമെന്റ് ഗ്യാതറിംഗ് നടത്തും അല്ലെ? അതിൽ 2 പ്രോസസ്സുണ്ട്. റിക്വയർമെന്റ് ഗ്യാദർ ചെയ്യും, കളക്ട് ചെയ്യും അല്ലെ? ദെൻ അത് അനലൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും ഇത്ര റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ റിക്വയർമെന്റ്സ് നമ്മൾ ഒരിക്കൽ ഫിക്സ് ചെയ്ത് നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യാണ്, അതിനൊരു 70 റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് ചെയ്യുക. സപ്പോസ് ഒരു 70 റിക്വയർമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 70 റിക്വയർമെന്റ്സിൽ നമ്മൾ അവിടെ ഫ്രീസ് ചെയ്ത് വെക്കും. പിന്നീട് നമ്മൾ ഒന്നുകൂടി ആഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഈ SDLC മോഡലിനകത്ത് പറ്റില്ല. ഇതൊരു തിയറട്ടിക്കൽ സ്റ്റെപ്സ് പോലെ തന്നെയാണ് ഈ ഒരു വാട്ടർഫോൾ മോഡലിനകത്ത് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സ്റ്റേജിലോട്ട് തിരിച്ചു പോകില്ല. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രത്യേകത. അത് ആ ഒരു ഒഴുക്കിലിങ്ങോട്ട് ചാടും, പക്ഷെ തിരിച്ച് അതേപോലെ പോവില്ല. ഓക്കെ, അപ്പൊ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ ഇത്ര റിക്വയർമെന്റ്സ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 70 റിക്വയർമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ 70 റിക്വയർമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമുക്ക് പറയാനുള്ളത് ഡിസൈൻ ഫേസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു റിക്വയർമെന്റ്സ് 70 വെച്ചിട്ട് ഇവിടെ നിർത്തി ഫ്രീസ് ചെയ്തു. ഇനി റിക്വയർമെന്റ്സ് പുതുതായിട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ആദ്യം തന്നെ നമ്മൾ ഈ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയ ശേഷം ഈ റിക്വയർമെന്റ് അനാലിസിസിന്റെ കൂടെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും. ഈ ഒരു സോഫ്റ്റ്വെയറിന് ഇത്ര സമയം വേണം എന്നൊക്കെ ഡ്യൂറേഷൻ ഒക്കെ പ്ലാൻ ചെയ്യും. അത് ഏകദേശം നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ ഫ്രണ്ട് എൻഡ്, എന്താണ് അതിന്റെ ബാക്ക് എൻഡ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു പ്ലാനിങ് ഫേസും കൂടി ഈ റിക്വയർമെന്റ് അനാലിസിസിന്റെ കൂടെ നടത്തും. ഓക്കെ, അപ്പം അന്ന് ആ സമയത്ത് നമ്മൾ ഇത്ര റിക്വയർമെന്റ്സ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ പറഞ്ഞ സമയത്ത് വിചാരിച്ച സമയത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ഒരു 1 മന്ത് കൊണ്ടാണ് അല്ലെങ്കിൽ 2 മന്ത് കൊണ്ടാണ് ഈ 70 റിക്വയർമെന്റ്സിന്റെ സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മന്ത്സ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ആ സമയത്ത് ഈ 70 റിക്വയർമെന്റ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതും ഫൈനലൈസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഡിസൈൻ ഫേസ് ആണ്. ഇനി ഡിസൈൻ ഫേസിനകത്ത് നമ്മൾ ഡിസൈൻ സോഫ്റ്റ്വെയർ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ സ്ട്രക്ചർ ഉണ്ടാക്കുക അല്ലെ? നമ്മൾ പറഞ്ഞതാ. അതായത് ഇപ്പൊ ഏതൊരു സോഫ്റ്റ്വെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കുറെ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫോംസ് ഉണ്ടാവും അല്ലെ? അതിൽ കുറെ ബട്ടൺസും ടെക്സ്റ്റ് ബോക്സസും ഓപ്ഷൻ ബട്ടൺസ് അങ്ങനെ കുറെ ലിങ്കുകൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ക്രീൻ
സ്ക്രീനുകൾ ഡിസൈൻ ചെയ്യണം. അതിന് തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡിസൈനിൽ തന്നെ പല രീതിയിൽ നമുക്ക് സിസ്റ്റം നമ്മൾ എന്താ പറയുക ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. കുറേ മൊഡ്യൂൾസ് ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഓരോന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒരു ഓവറോൾ മോഡൽ ഒന്ന് ഡിസൈൻ ചെയ്യും. പിന്നെ അതിൽ നിന്ന് ഈ മൊഡ്യൂൾസിലോട്ടുള്ള ലിങ്കൊക്കെ പോകുന്ന രീതിയിൽ സെപ്പറേറ്റ് മൊഡ്യൂൾ വൈസ് ആയിട്ടൊക്കെ ഡിസൈൻ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഫിക്സ് ചെയ്തു, ഇത്ര റിക്വയർമെന്റ്സ് ആണെന്ന് ഫിക്സ് ചെയ്തു. ദെൻ അത് ഡിസൈൻ ചെയ്തു. ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിനകത്ത് അല്ലെങ്കിൽ ഒരു ടൂളിനെ ഉപയോഗിച്ച് നമ്മളത് ഡിസൈൻ ചെയ്തു. എന്നിട്ട് ഇനിയാണ് അതിന്റെ കോഡിങ്. ഓക്കെ, ഈ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബാക്ക് എൻഡ് ഡാറ്റാബേസ് അല്ലെ. നമ്മളിപ്പോൾ കുറെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചോണ്ട് കാര്യമില്ല. നമ്മളിപ്പം എന്താ പറയാ, ഒരു ബാങ്ക് ആണെങ്കിൽ ബാങ്കിന് ഒരുപാട് ഡീറ്റെയിൽസ് സേവ് ചെയ്യാനുണ്ടാവും അല്ലെ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഇപ്പൊ സ്റ്റുഡൻസിന്റെ ആയിക്കോട്ടെ, സ്റ്റാഫിന്റെ ആയിക്കോട്ടെ, കോഴ്സ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ ഒരുപാടെണ്ണം സേവ് ചെയ്യാനുണ്ടാവും. സോഫ്റ്റ്വെയർസ് പല രീതിയിലുണ്ട്. ബിസിനസ് ആപ്ലിക്കേഷൻസിനുള്ളതുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ളതുണ്ട്, സയന്റിഫിക് ലെവലിലുള്ളതുണ്ട് അല്ലെ, ബാങ്ക് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ ഉണ്ട്. അപ്പം അവരുടേതായിട്ടുള്ള ഈ ഒരു ഫോമും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിലൂടെയൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഡാറ്റാസ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസും ഡിസൈൻ ചെയ്യാം ഈ ഡിസൈനിങ്ങിന്റെ കൂടെ. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോഡിങ്. ഈ പറഞ്ഞ ഫോമും ഈ ബാക്കിലുള്ള ഡാറ്റാബേസും നമ്മളെ ലിങ്ക് ചെയ്യിക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് അവിടെ സേവ് ചെയ്യുന്ന എന്താണോ ഫംഗ്ഷൻ, അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ഈ ഫോം ഒക്കെ എന്താ ചെയ്യണം, വർക്ക് ചെയ്യണം അല്ലെ. നമ്മളിപ്പോൾ സേവ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ ഡാറ്റാബേസിൽ പോയി സേവ് ആവണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാംസ് എഴുതും. ആ പ്രോഗ്രാമിൽ നമ്മുടെ ഇൻപുട്സ് ഉണ്ടായിരിക്കും അല്ലെ, ഇൻപുട്ട് കൊടുക്കാനുള്ള എൻട്രീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഫോമിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഏത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. ഡാറ്റാബേസിലോട്ട് ഏതൊക്കെ ഡാറ്റയാണ് സേവ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കോഡിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള കോഡിംഗ് ഉണ്ടാവും. ദെൻ ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ മുകളിലുള്ള ഫിഗറിനകത്ത് നോക്കൂ. ഫീസിബിലിറ്റി സ്റ്റഡി, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, അത് കഴിഞ്ഞ് ഡിസൈൻ, പിന്നെ കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്നാണ് ഇവിടെ വരുന്നത്. ഈ കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം നമ്മളുടെ കോഡിംഗ് മാത്രം, നിങ്ങളുടെ ഫിഗറിനകത്ത് കോഡിംഗ് മാത്രം മതി. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ടേക്കുന്നത്. കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് ചെറിയ പ്രോഗ്രാംസ് ആയിട്ട് എഴുതുക. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് യൂണിറ്റ്സ് ആണ്. അത് ഓരോന്നും ടെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഒരു 5-6 പ്രോഗ്രാം ഒരുമിച്ച് എഴുതിയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണോ ചെയ്യാൻ? അല്ല, ആദ്യത്തെ ഒരു പ്രോഗ്രാം എഴുതി നോക്കും, അത് റൺ ചെയ്ത് നോക്കും, എന്നിട്ട് തൊട്ടടുത്തത് ചെയ്യും, എന്നിട്ട് ചിലപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്നാണ് ശരിക്കും ആ ഒരു പ്രൊസീജിയറാണ് ഈ കോഡിങ്ങിനകത്ത് നടക്കുന്നത്. ദെൻ ഇന്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് അടുത്തത്. ഇങ്ങനെ യൂണിറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചതിനാണ് കോഡ് എഴുതിയത്. കുറെ മൊഡ്യൂൾസിന്റെ കോഡുകളാണ് നമ്മൾ. ഇതൊക്കെ ഇന്റർകണക്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആവുള്ളൂ. അല്ലാതെ വേറെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇടാണോ വേണ്ടേ? അല്ല. അപ്പൊ അതാണ് ഇന്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഒരു പ്രൊസീജിയറാണ്. അത് നമ്മൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ എടുത്ത് പറയില്ല എന്നേ ഉള്ളൂ. ഈ ഒരു സോഫ്റ്റ്വെയർ ഈ ടെസ്റ്റിംഗ് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പഠിച്ച കുറേ ടെസ്റ്റിംഗ് ഉണ്ട്, ബ്ലാക്ക് ബോക്സ്, വൈറ്റ് ബോക്സ്, ബീറ്റ, ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെയാണോ ഇതിന് സ്യൂട്ട് ആയിട്ടുള്ളത് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ടെസ്റ്റിങ്ങിന് വേണ്ടി സോഫ്റ്റ്വെയർസും യൂസ് ചെയ്യുന്നുണ്ട്. വലിയ കമ്പനീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് തന്നെ വേറെ ഉണ്ട്. ഓക്കെ, അവർ അതിലൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ പല കുറേ എന്താ പറയുക ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഡിസൈനിങ് ഉള്ള ടീംസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായി വരുന്നത്. എല്ലാം ഒരാളല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം അവരെന്ത് ചെയ്യും, അതൊന്ന് റിലീസ് ചെയ്യും, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കണം. എന്നിട്ടാണ് ഈ മെയിൻ്റനൻസ് സ്റ്റേജിലോട്ട് പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നമ്മളെ കുറെ മെയിൻ്റനൻസസ് ഇതിന്റെ മുന്നേ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം ആ ഒരു മെയിൻ്റനൻസ് സ്റ്റേജിലോട്ട് പോകുന്നത് ഇത് അവർക്ക് ഡെലിവർ ചെയ്ത ശേഷം അവർക്ക് പിന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെ മെയിൻ്റനൻസ് ആണോ വേണ്ടത്
ആ ഒരു സപ്പോർട്ട് കൊടുക്കും. അപ്പം ഇത്രയാണ് വാട്ടർഫോൾ മോഡലിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്റ്റെപ്പ്, തിരിച്ച് ആ സ്റ്റെപ്പിലോട്ട് പോകുന്ന പ്രൊസീജിയർ ഇല്ല. ഞാൻ അതിനൊരു എക്സാമ്പിളാണ്, 70 റിക്വയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു 5 റിക്വയർമെന്റ് കൂടി പുതുതായിട്ട് കസ്റ്റമർ തരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് പറ്റൂല. ആ 70 വെച്ചിട്ടുള്ള ഒരു കോസ്റ്റും ടൈമും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, ഈ ഒരു മോഡലിനകത്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള വാട്ടർഫോൾ മോഡൽ. അപ്പോൾ അതാണ് വാട്ടർഫോൾ, നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകി വരും, പക്ഷെ തിരിച്ച് അങ്ങോട്ട് ഒഴുകൂല. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു ലീനിയർ ഓർഡറിൽ നമ്മൾ വാട്ടർഫോൾ മോഡലിന്റെ ആ ഫേസസ് ഉണ്ട്. അത് റിട്ടേൺ ഇല്ല, തൊട്ട് മുന്നേയുള്ള പ്രീവിയസ് സ്റ്റേജിലോട്ടൊന്നും നമുക്ക് വീണ്ടും പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഒരു ഫേസ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഓക്കെ, ദെൻ അടുത്ത ഫേസ്. അപ്പോൾ വാട്ടർഫോൾ മോഡൽ എന്താന്ന് ക്ലിയർ ആയിട്ടുണ്ടോ? പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ്. വാട്ടർഫോൾ മോഡലിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അതിന് മുമ്പേ മുകളിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഒബ്വിയസ് വേ ടു ഡെവലപ്പ് എ സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ മോഡൽ. ഇതൊരു തിയററ്റിക്കൽ മോഡലാണ്, മോസ്റ്റ് ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് മെത്തേഡാണ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻ 6 phases. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള 6 phases ഉണ്ട്. ഇനി ഇത് ജസ്റ്റ് ആ വാട്ടർഫോൾ മോഡലിനെ പറ്റി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസിനകത്ത് ഫസ്റ്റ് പോയിന്റ് വരുന്നതും സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്. സിമ്പിൾ ആണ്, ഈസി ആണ്, മനസ്സിലാക്കാനും ഉപയോഗിക്കാം. ഓക്കെ, then easy to manage due to the rigidity of the model. റിജിഡ് ആണിത്. കാരണം നിങ്ങളിപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മുമ്പ് പ്രോഗ്രാമൊക്കെ പഠിച്ച സമയത്ത് ഫ്ലോ ചാർട്ടൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ചില ഫ്ലോ ചാർട്ടിനകത്തൊക്കെ കാണാം നമ്മൾ ഡയമണ്ട് സിമ്പിളിനകത്ത് ഇഫ് ഇന്ന കണ്ടീഷൻ ആണെങ്കിൽ യെസ് ഇങ്ങോട്ട് പോവാ, നോ ഇങ്ങോട്ട് പോവാ, അങ്ങനത്തെ കുറെ ഇഫ് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ലൂപ്പ് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് തിരിച്ച് യെസ് ആണെങ്കിൽ അങ്ങോട്ടേക്ക്, നോ ആണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ ഒരു വലിയ ഫ്ലോ ചാർട്ടായി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ ചില പ്രോഗ്രാമിന്റെ ലൂപ്പിംഗ് ഒക്കെ കൂടുതലായിട്ട് വരും. ഈ ഒരു ക്ലാസിക്കൽ വാട്ടർഫോളിന്റെ കേസിൽ അങ്ങനെ ഒന്നുമില്ല, ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ആ പറഞ്ഞിരിക്കുന്ന 6 ഫേസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്നത്. അത്രയ്ക്കും റിജിഡ് ആണ്, നമുക്കൊരു കൺഫ്യൂഷൻസും ഉണ്ടാവില്ല. ദെൻ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഫേസസ് ആർ പ്രോസസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് വൺ അറ്റ് എ ടൈം. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഒരു വെള്ളച്ചാട്ടത്തിന്റെ കേസ്, അത് ഒഴുകി വന്നിട്ട് ഒരു സ്റ്റെപ്പിലോട്ട് ചാടിക്കഴിഞ്ഞാൽ തിരിച്ച് മുകളിലോട്ട് പോകൂല. ആ സ്റ്റെപ്പിന്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, അതാണ് നമ്മളിപ്പോ നമ്മുടെ റിക്വയർമെന്റ് അനാലിസിസ് ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഫേസിലോട്ട് പോലെ ഡിസൈൻ ഫേസിലാണ്. അപ്പോൾ ഒരു ഫേസ് എപ്പോഴാണോ നടക്കുന്നത് ആ ഫേസ് അവിടെ കഴിഞ്ഞു, തൊട്ടടുത്ത ഫേസ് കയറി കഴിഞ്ഞാൽ തിരിച്ചൊരു പോക്ക് ഇല്ല. അതാണ് പ്രോസസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് വൺ അറ്റ് എ ടൈം, ഒരു ഫേസ് ഒരു ടൈമിൽ. ഓക്കെ, ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്സ് വെൽ ഫോർ സ്മോളർ പ്രോജക്ട്സ്. ഈ വാട്ടർഫോൾ മോഡൽ അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. വാട്ടർഫോൾ മോഡൽ ഒരു തിയററ്റിക്കൽ മോഡലാണ്. നമ്മൾ ഒരിക്കലും വലിയ പ്രോജക്ട്സിനൊന്നും യൂസ് ചെയ്യില്ല. അത് ഏറ്റവും ചെറിയ പ്രോജക്ട്സിനും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പ്രോജക്ട്സിനും മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള സൈറ്റാന്ന് വിചാരിക്കാം. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമുക്കറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈറ്റ് നമ്മൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈറ്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിലും, അത് ചെറുതാണെങ്കിലും സൈസൊക്കെ കുറവാണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന വാട്ടർഫോൾ മോഡൽ യൂസ് ചെയ്യാം. അല്ലാതെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ലെവലിലുള്ള അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ച് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള വലിയ സോഫ്റ്റ്വെയർസ്, അങ്ങനത്തെ ലെങ്തി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മോഡൽ സ്യൂട്ടബിളേ അല്ല. വെൽ നോൺ ആയിട്ടുള്ളതും സ്മോളർ ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി മാത്രം
വാട്ടർഫോൾ മോഡൽ. ഇതൊരു തിയററ്റിക്കൽ മോഡലാണ് ആക്ച്വലി. ചെറിയ പ്രോജക്റ്റിന് മൊത്തം സ്യൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജ് കിട്ടിയില്ലേ. സ്മോളർ പ്രോജക്ട്സിനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് എന്തായി? ലെങ്ത്, ലോങ് അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റിന്, ലെങ്ത് കൂടുതലുള്ള പ്രോജക്റ്റിന് നമുക്ക് പറ്റത്തില്ല. പിന്നെ വെൽ നോൺ ആയിട്ടുള്ള പ്രോജക്റ്റിനെ ഇത് പറ്റുള്ളൂ. അപ്പം അതും ഈ സിമ്പിളും ഈസി ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ. പക്ഷെ അതേസമയം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്ട്സിന് ഇത് പറ്റുമോ? ഇല്ല. അപ്പൊ നോക്കൂ, ആദ്യത്തെ രണ്ട് കാര്യങ്ങളും അത് തന്നെയാണ് ഡിസഡ്വാൻറ്റേജസ്. നോട്ട് എ ഗുഡ് മോഡൽ ഫോർ കോംപ്ലക്സ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോജക്ട്സ്. ഊപ്പ് പോലുള്ള പ്രോജക്ട്സിനും അതേപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്ട്സിനും ഇത് സ്യൂട്ടബിൾ അല്ല. പോർ മോഡൽ ഫോർ ലോങ് ആൻഡ് ഓൺ ഗോയിങ് പ്രോജക്ട്സ്. ലെങ്ത് കൂടുതലുള്ള പ്രോജക്ട്സിനും ഓൺ ഗോയിങ് ആയിട്ടുള്ള പ്രോജക്ട്സിനും സ്യൂട്ടബിൾ അല്ല. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഈസ് ഹൈ വിത്ത് ദിസ് പ്രോസസ് മോഡൽ. റിസ്ക്കും കൂടുതലാണ്, അൺസർട്ടനിറ്റിയും കൂടുതൽ. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ അവർ പറഞ്ഞ റിക്വയർമെന്റ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രം. ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതിൽ ഇന്ന കാര്യങ്ങൾ വേണമായിരുന്നു. അവർക്കും ഒരുപക്ഷെ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്കും അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിട്ടായിരിക്കില്ല നമ്മുടെ അടുത്ത് വരിക. ഓക്കെ, ഒരു കമ്പനിയിൽ അവർ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പം റിസ്കുകളൊക്കെ കൂടുതലാണ്. കാരണം ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് ആ സ്റ്റെപ്പിലോട്ട് പോകൂല. സോ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ എന്തെങ്കിലും വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു എററായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ടോ തന്നെ അവിടെ കിടക്കും. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കൂടുതലാണ്. അടുത്ത, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ പ്രോഗ്രസ് വിത്തിൻ സ്റ്റേജസ്. നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു, പിന്നെ അത് ഒന്നുകൂടി ക്ലിയർ ആക്കുക, അതിൽ നിന്നേ കാര്യങ്ങൾ ഒന്നുകൂടി ആഡ് ചെയ്യുക എന്ന് നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ഇതിനകത്ത് നമുക്ക് പറ്റത്തില്ല. പിന്നെ അടുത്ത, ഡിഫിക്കൽട്ട് ടു അക്കോമഡേറ്റ് ചേഞ്ചിങ് കസ്റ്റമർ റിക്വയർമെന്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ട് നിന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ആ റിക്വയർമെന്റ്സ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മോഡലേ അല്ല SDL waterfall model. Okay, appropriate only when the requirements are well understood. നമ്മൾ നേരത്തെ പറഞ്ഞു, വെൽ അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ മാത്രമേ ഇത് സ്യൂട്ട് ആവുള്ളൂ, അപ്രോപ്രിയേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് സ്യൂട്ട് ആവില്ല. അപ്പൊ ഇത്രയാണ് ഒരു വാട്ടർഫോൾ മോഡലിലെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ? ഇതൊന്നൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡലാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, വാട്ടർഫോൾ മോഡലിന്റെ ആ സ്റ്റേജസ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. പക്ഷേ ഇതിലൊരു പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളച്ചാട്ടത്തിന്റെ കേസിൽ തിരിച്ചൊരു പോക്കില്ലാന്ന് അല്ലേ. പക്ഷെ ഈ മോഡലിനകത്ത് ഇറ്ററേഷൻസ് പോസിബിൾ ആണ്. മീൻസ് ലൂപ്പിംഗ്, ഇറ്ററേഷൻസ് എന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് അല്ലെങ്കിൽ ഫീഡ്ബാക്സ് പോസിബിൾ ആണ്. നിങ്ങൾ ഈ ഫിഗറിനകത്ത് നോക്കും, റൈറ്റ് സൈഡിലെ ഫിഗർ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സിസ്റ്റം ഫീസിബിലിറ്റി, റിക്വയർമെന്റ് അനാലിസിസ്, അതിന് ഹൈ ലെവൽ ഡിസൈൻ, ഡീറ്റെയിൽ ഡിസൈൻ, കോഡിങ്, ഇറ്ററേഷൻ, ഇൻസ്റ്റലേഷൻ, ദെൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ദെൻ നോക്കുക, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് തിരിച്ച് ഇൻസ്റ്റലേഷൻ, ഇന്റഗ്രേഷൻ, കോഡിങ്, ഡീറ്റെയിൽ ഡിസൈൻ, ഹൈ ലെവൽ ഡിസൈൻ, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി. ഇതിങ്ങോട്ട് ഇറങ്ങി പോയ പോലെ തന്നെ തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ ഫീഡ്ബാക്ക് വരാൻ പറ്റും അല്ലേ. ഓക്കെ, ഇപ്പുറത്തെ ഫിഗറിൽ നോക്കും, നമ്മൾ നേരത്തെ വാട്ടർഫോൾ മോഡൽ പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ ഫേസസും ഉണ്ട്. ദെൻ ലാസ്റ്റ് ഈ മെയിൻ്റനൻസ് ഫേസിൽ നിന്ന് എല്ലാ ഫേസിലോട്ടും എന്തുണ്ട്, ഈ ഫീഡ്ബാക്ക് ഉണ്ട്. ഇങ്ങനെ ഇറ്ററേഷൻസ് ഉള്ള മോഡലിനെയാണ് എന്ത് പറയുന്നത്, ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ള വാട്ടർഫോൾ മോഡലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഇറ്ററേഷൻ ആണ്. ഓക്കെ, ഇതിലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ വാട്ടർഫോൾ മോഡലിനകത്ത് പറഞ്ഞു ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോംപ്ലക്സിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ലെങ്ത് കൂടുതലുള്ള പ്രോജക്റ്റ് ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്തിനകത്ത് ചെയ്യാൻ പറ്റും, ഈ ഇറ്ററേറ്റീവ് മോഡലിനകത്ത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇപ്പം നമ്മൾ അതേപോലെ തന്നെ അതിനകത്ത് നമ്മൾ കസ്റ്റമർ റിക്വയർമെന്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരുന്ന ആ ഒരു വാട്ടർഫോൾ മോഡൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്ത് പറ്റും,
അത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ റിക്വയർമെൻറ്റ്സ് അഡീഷണലി നേരത്തെ പറഞ്ഞ 70 റിക്വയർമെൻറ്റ്സിൻ്റെ കൂടെ അഗെയിൻ 10 അങ്ങനെ ഒരു 100 ആൻഡ് അബവ് റിക്വയർമെൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതൊക്കെ യൂസ് ചെയ്യാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതിനകത്ത് പറ്റും. കാരണം ഇതിൽ നിന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോ ഫേസ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് ആ ഫേസിലോട്ടോ അല്ലെങ്കിൽ അതിന് മുന്നുള്ള ഫേസിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നുള്ള ഫേസിലോട്ടോ പോയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു പുതിയ റിക്വയർമെൻറ്റ് ഒരു 30 റിക്വയർമെൻറ്റ് എക്സ്ട്രാ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ റിക്വയർമെൻറ്റ് നമ്മളിപ്പം ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ഒരു 70 റിക്വയർമെൻറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്തു, ദെൻ ഡിസൈൻ ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസൈൻ ചെയ്തു, കോഡിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയുന്നത് ഇത്ര കാര്യങ്ങൾ കൂടി വേണമായിരുന്നു കണ്ട് ഒരു 10-30ഓളം റിക്വയർമെൻറ്റ്സ് തരുന്നത്. നമ്മൾ ഈ കോഡിങ് സെഷന് വീണ്ടും റിക്വയർമെന്റ് സെഷൻ, കാരണം കോഡിങ് ബാക്കി അവിടെ നമ്മോട് ചെയ്യില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് റിക്വയർമെന്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസിലോട്ട് പോകും. അവിടെ നിന്ന് ഈ പറഞ്ഞ റിക്വയർമെന്റ്സും കൂടി എന്ത് ചെയ്യും, അവിടെ ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടാണ് അതിന്റെ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ റിക്വയർമെന്റ് അനാലിസിസ് കഴിഞ്ഞാൽ എന്താ, SRS ഡോക്യുമെന്റാ. ഓക്കെ, SRS ഡോക്യുമെന്റ് ആണ് അതിന്റെ റിപ്പോർട്ട്. ആ SRS ഡോക്യുമെന്റിൽ ആദ്യം 70 ആയിരുന്നു റിക്വയർമെന്റ്സ്, ഇപ്പൊ എന്തായി 30 കൂടി ആയപ്പോൾ 100 റിക്വയർമെന്റ്സ് ആയി. ദെൻ അത് വെച്ചിട്ട് ഡിസൈൻ ഒന്നുകൂടി എന്ത് ചെയ്യും, ഇപ്പോൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനൊന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തെടുക്കും ഈ സാധനങ്ങൾ കൂടി അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് എന്ത് ചെയ്യും, കോഡിങ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് പ്രീവിയസ് സ്റ്റെപ്പിലോട്ട് പോകാനും അവിടെ പോയി എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് എന്തിനകത്തുണ്ട്, ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡലിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഫേസസ് സെയിം, വാട്ടർഫോൾ മോഡലിന്റെ സെയിം ഫേസസ് ആണ്, ജസ്റ്റ് ഫിഗറും സെയിം തന്നെയാണ്, ഫീഡ്ബാക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ നേരത്തെ പഠിച്ച് ഈ ഫിഗർ പഠിച്ചോളൂ. കാരണം നേരത്തെ നമ്മൾ ഈ ഒരു പ്രൊസീജിയറാണ് പഠിച്ചത്, ഫീസിബിലിറ്റി സ്റ്റഡി, റിക്വയർമെന്റ് അനാലിസിസ്, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ വാട്ടർഫോൾ മോഡൽ. ഇതിൽ ഇത്രയും ഫീഡ്ബാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ. ഫിഗർ ഇത് പഠിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ വാട്ടർഫോൾ മോഡലിനകത്തുള്ള ഫിഗർ, അതിനകത്തുള്ള ഈ ഞാൻ പറഞ്ഞു ഈ കളേർഡ് ആയിട്ടുള്ള ഫിഗർ വേണ്ട, ഇത് പഠിച്ചാൽ മതി. ഇതിനകത്താണ് ആ പറഞ്ഞ ഫീഡ്ബാക്ക് കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി ഇതിൽ ഞാൻ ഓരോ സ്റ്റെപ്സും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാലോ ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ്, റിക്വയർമെന്റ് അനാലിസിസ് എന്താണ്, ഈ സ്റ്റെപ്സ് ഒക്കെ എന്താണെന്ന് നമുക്കറിയാലോ. ഇത് ഈ ഇറ്ററേറ്റീവിനകത്ത് ഇങ്ങനെയാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഇറ്ററേഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ള മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒന്ന് നോക്കാം, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അതിൽ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇതിനെ പറ്റി പറയാം. ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ ഈസ് സിമിലർ ടു ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ആണല്ലോ, സിമിലർ ആണല്ലോ, വിത്ത് എ ഫീഡ്ബാക്ക് പാത്ത് ഓർ റിട്ടേൺ പാത്ത് ഫ്രം എവറി ഫേസ് ടു ഇറ്റ്സ് പ്രീവിയസ് ഫേസ് അല്ലേ. ഓരോ ഫേസിനും അതിന്റെ പ്രീവിയസ് ഫേസിലോട്ട് ഒരു ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടാവും. ഇറ്റ് അലോസ് കറക്ഷൻ ഓഫ് എറേഴ്സ് ഡ്യൂറിങ് എ ഫേസ് ദാറ്റ് ആർ ഡിറ്റക്റ്റഡ് ഇൻ ലേറ്റർ ഫേസ്. ഒരു ഫേസ് കംപ്ലീറ്റ് ആയ ശേഷം അടുത്ത ഫേസിലോട്ട് പോയി അവിടെ നിന്ന് ചെയ്ത് പകുതി എത്തിയപ്പോഴാണ് ഡിസൈനിൽ ഇന്നെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ പ്രീവിയസ് സ്റ്റേജിലോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കറക്ഷൻസ് വരുത്താൻ പറ്റും. ഇനി ഇറ്റ് കണ്ടെയ്ൻസ് 6 phases വിത്ത് എ ഫീഡ്ബാക്ക് പാത്ത്. കണ്ടോ, 6 phases ഓഫ് വാട്ടർഫോൾ മോഡൽ ഇതിലുണ്ട്, വിത്ത് എ ഫീഡ്ബാക്ക് ടു പ്രീവിയസ് ഫേസസ്. ഓക്കെ, അതാണ് നമ്മുടെ ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്താ നോക്കും. ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് ഈസി, ശരിയല്ലേ? കാരണം ഒരു സ്റ്റേജിൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ നിന്നുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും പറ്റും. ഇനി അതല്ല തൊട്ട് മുന്നത്തെ പ്രശ്നമാണെങ്കിൽ തൊട്ട് മുന്നത്തെ സ്റ്റേജിലോട്ട് പോയിട്ട് ക്ലിയർ ചെയ്യാനും പറ്റും അല്ലേ. വാട്ടർഫോളിനകത്ത് നമുക്ക് അങ്ങനെ പറ്റിയിരുന്നോ, തൊട്ട് മുന്നേ പ്രീവിയസിലോട്ട് പോകാൻ പറ്റിയിരുന്നോ? ഇല്ല. ഫോക്കസ് ഓൺ കസ്റ്റമർ ഫീഡ്ബാക്ക്, ശരിയാണ്, കസ്റ്റമർ ഫീഡ്ബാക്കിന് അനുസരിച്ചല്ലേ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ 70 റിക്വയർമെന്റ്സ് ആയിരുന്നു, പിന്നെ കസ്റ്റമർ ഒരു 30 കൂടി ആഡ് ചെയ്തപ്പോൾ നമ്മൾ ആ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ 30 കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തു അല്ലേ. ദെൻ തേർഡ് അഡ്വാൻറ്റേജ്, പ്രൊഡ്യൂസ് വർക്കിംഗ് സോഫ്റ്റ്വെയർ ഈസിലി ഡ്യൂറിങ് ദി ലൈഫ് സൈക്കിൾ. വർക്കിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ലൈഫ് സൈക്കിൾ മോഡൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. ലോ റിസ്ക് ഫാക്ടർ ആസ് റിസ്ക് ക്യാൻ ബി ഐഡന്റിഫൈഡ്. ലോ റിസ്ക് ഫാക്ടർ, കാരണം നേരത്തെ റിസ്ക്
നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിസ്ക് ഒക്കെ ഉണ്ടാവും. ലാസ്റ്റ് നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ആ ഫേസ് ഇങ്ങനെ ഒരു ഫേസ് കഴിഞ്ഞാൽ അടുത്ത ഫേസ്, അടുത്ത ഫേസ് കഴിഞ്ഞാൽ അടുത്ത ഫേസ്, ആ ഒരു ഓർഡറിൽ ആ പ്രോജക്റ്റ് ചെയ്തെടുക്കും. റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ അവിടെ കിടക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്, മോർ ഫ്ലെക്സിബിൾ ആണ് ഇത് ഇറ്ററേറ്റീവ് മോഡൽ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് അഡ്വാൻറ്റേജ് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജും കിട്ടും കേട്ടോ. ട്രാക്കിംഗ് മോണിറ്ററിങ് ഇസ് ഡിഫിക്കൽട്ട്. എന്താ ട്രാക്കിംഗ് മോണിറ്ററിങ് ഇസ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഇതിനെ നമ്മൾ കുറച്ചുകൂടി വലുതാക്കിയൊക്കെ പോവും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമ്മൾ പുതുതായിട്ട് കൊണ്ടുപോയി ആഡ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എറേഴ്സോ വരിക. പക്ഷെ നമ്മൾ ആ ആഡ് ചെയ്തതുപോലെ അങ്ങ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഇന്നേ പ്രശ്നം കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വീണ്ടും പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കറക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ എന്തിനകത്ത് ഫേസ് ചെയ്യും? ഈ ഇറ്ററേറ്റീവ് വാട്ടർഫോൾ. കാരണം എല്ലാത്തിനും എന്താണ് നമ്മൾ ഫീഡ്ബാക്ക് പോകുന്നുണ്ട് അല്ലേ? കാരണം നമ്മളിങ്ങനെ എല്ലാ സ്റ്റേജിലും നമ്മൾ പുതിയത് വെക്കുന്നു, ആഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്നുള്ളത് ചിലപ്പോൾ ആദ്യത്തെ ചെയ്ത് വന്ന് ഞാൻ പറഞ്ഞ നേരത്തെ 70 റിക്വയർമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ഡിസൈനും കോഡിങ്ങും വരെ ചെയ്തത് കറക്റ്റ് ആവാം. പിന്നത്തെ 30 വെച്ചപ്പോൾ ആയിരിക്കും എന്തൊക്കെയോ മിസ്റ്റേക്സ് ഇതിനകത്ത് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ ഈ ഇത് ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ കുറച്ച് ഈ ഒരു വാട്ടർഫോൾ മോഡൽ മോണിറ്റർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അങ്ങനെ മാത്രം. പക്ഷെ ഈ ഒരു ഇറ്ററേറ്റീവ് മോഡൽ മോണിറ്റർ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇനി പ്രോഡക്റ്റ് കോസ്റ്റ് ഈസ് ഹയർ ദാൻ വാട്ടർഫോൾ മോഡൽ. സ്വാഭാവികം, കാരണം വാട്ടർഫോൾ മോഡൽ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇറ്ററേറ്റീവ് അങ്ങനെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. കുറേ ഫീഡ്ബാക്സും കുറേ നമ്മൾ എക്സ്ട്രാ റിക്വയർമെന്റ്സും ഒക്കെ ആഡ് ചെയ്യാനും കസ്റ്റമറെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അതിൽ കുറേ അപ്ഡേഷൻസ് ഒക്കെ വരുത്താനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാക്കുന്ന പ്രോജക്റ്റിന് കോസ്റ്റ് കൂടുതലായിരിക്കും, ടൈമും കൂടുതലായിരിക്കും. ഓക്കെ, മറ്റേതിനെക്കാട്ടും എന്തായാലും ടൈം കൺസ്യൂമിങ് ആണ്. ദിസ് മോഡൽ ഹാസ് ഫേസ് that are very rigid and do not overlap. ഇതിലും ഫേസസ് ഒക്കെ വെരി റിജിഡ് ആണ്, പക്ഷെ ഒന്നും ഓവർലാപ്പ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എന്താണ് അവിടെ എന്തുണ്ട്? കുറെ ഇറ്ററേഷൻസ് ഉണ്ട്, ലൂപ്പിങ്ങും അവിടെ ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? എല്ലാം ഫേസസ് ഒക്കെ റിജിഡ് ആണ്. ആ ഒരു ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്തത് ക്രിയേറ്റ് പ്രോബ്ലം റിലേറ്റഡ് ടു സിസ്റ്റം ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചിലപ്പം പ്രോബ്ലംസ് ഒക്കെ വരും. എന്തുകൊണ്ടാണ്? സിസ്റ്റം ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സിസ്റ്റം ഡിസൈൻ ആണ് ആക്ച്വലി. അതിങ്ങനെ ഡിസൈനൊക്കെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഫീഡ്ബാക്കിനനുസരിച്ച് മാറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പം ചില സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ കേസിൽ ലാസ്റ്റിലോട്ട് നമ്മൾ ആദ്യം കുറേ സെറ്റ് ചെയ്തു, അതൊക്കെ കസ്റ്റമർക്ക് ഓക്കെ ആയിരുന്നു. പിന്നെയും കയറി എഡിറ്റ് ചെയ്ത് പല കാര്യങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, അപ്പം ഇതാണ് ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ. അപ്പം ഇതിൻ്റെയൊക്കെ സ്റ്റെപ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 3 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചില്ലേ സ്റ്റെപ്സ്, അതൊന്ന് ചുരുക്കി എഴുതിയാൽ മതി. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി, എന്താണ് റിക്വയർമെന്റ് അനാലിസിസ് എന്നൊക്കെ ഉള്ളത്. ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ നിങ്ങളുടെ അടുത്തൊരു എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഈ 6 ഫേസസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ട് മാത്രം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. ക്ലിയർ ആയിട്ടുള്ള പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഇതാണ് ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തത് പ്രോട്ടോടൈപ്പിംഗ് മോഡലാണ്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് മോഡൽ എന്നും പറയാം ഇതിന്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ക്ലാസിക്കൽ വാട്ടർഫോളിനകത്തും അതുപോലെ തന്നെ ഇറ്ററേറ്റീവ് വാട്ടർഫോളിനകത്തും ഒക്കെ ഉള്ള പകുതി സ്റ്റെപ്പ് ഇവിടെ കറക്റ്റാണ്. ഡിസൈനും കോഡിങ്ങും ടെസ്റ്റിങ്ങും മെയിൻ്റനൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റാണ്. പക്ഷെ ഇവിടെ മാത്രം നമ്മൾ ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ട്. ഈ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ എന്ന് പറയുന്നത്, പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ എന്താ, ഒരു വർക്കിംഗ് മോഡലാണ്. ഓക്കെ, ഒരു ഡെമോവേഷനൊക്കെ നമ്മൾ ഉണ്ടാക്കൂലേ,
അതുപോലെ അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടിന്റെ ഡെമോൺസ്ട്രേഷനൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ ഒരു വർക്കിംഗ് മോഡൽ, ഒരു ടോയ് മോഡൽ സോഫ്റ്റ്വെയർ ആദ്യം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ കേട്ടു, ഏതാണ്ട് 1/4 ഭാഗവും കേട്ട ശേഷം നമ്മൾ കസ്റ്റമറിനും വലിയ ഐഡിയ ഇല്ലായിരിക്കാം പ്രൊജക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ പുള്ളിയുടെ ഏകദേശം 1/4 കാര്യങ്ങളും കേട്ട ശേഷം നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് ക്വിക്കായിട്ട്, നന്നായിട്ട് അറിയുന്ന ഡെവലപ്പേഴ്സ് ആയിരിക്കണം, അപ്പോൾ ക്വിക്കായിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ആ പറഞ്ഞ പ്രകാരം ഒരു ഡിസൈൻ അങ്ങ് ഉണ്ടാക്കി, ഒരു സോഫ്റ്റ്വെയർ തന്നെ, ഒരു ടോയ് സോഫ്റ്റ്വെയർ ആണ്. എന്നിട്ട് കസ്റ്റമറിന് അത് കൊടുത്തിട്ട് കസ്റ്റമറിനെ കൊണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇതിൽ അഡീഷണൽ ആയിട്ട് എന്താ, ഈ വിൻഡോയിൽ അഡീഷണൽ ആയിട്ട് എന്താ വേണം, അങ്ങനെ കസ്റ്റമറിന് കൊടുത്തു. അപ്പോൾ കസ്റ്റമർ ചിന്തിക്കും, എനിക്ക് ഇവിടെ ഇന്നേ കാര്യങ്ങളായിരുന്നു വേണ്ടത്, ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു ലിങ്ക് കൂടി വേണം, ദെൻ ഇതിൽ നിന്ന് മറ്റേ ഈ ഒരു പേജിനകത്തോട്ടാണ് പോകേണ്ടത്. അങ്ങനെയൊക്കെ കസ്റ്റമർ വീണ്ടും 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 ആ ഒരു പിന്നെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോടൈപ്പിന്റെ മുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട്. അങ്ങനെ ആ ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് എന്താക്കണം, വലിയൊരു സോഫ്റ്റ്വെയർ മോഡലാക്കി മാറ്റണം. ഓക്കെ, അതാണ് ഈ ഒരു നമ്മുടെ പ്രോട്ടോടൈപ്പ് മോഡലിനകത്ത് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് റിക്വയർമെന്റ് ഗ്യാതറിംഗ് ആണ് അല്ലെ. റിക്വയർമെന്റ്സ് നമ്മൾ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത എന്താണ്ടാവും, ഒരു SRS ഡോക്യുമെന്റ് അല്ലേ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ SRS ഡോക്യുമെന്റ് വെച്ചിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഉണ്ടാകും. ഡിസൈൻ ചെയ്യും, ജസ്റ്റ് ഡിസൈനിങ് മാത്രമേ, കോഡിംഗ് ഇല്ല. ആ ഒരു ആർക്കിടെക്ചർ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യും. അതിന്റെ ഫ്രണ്ട് എൻഡിൽ ഇത്ര ഫോംസും അല്ലെങ്കിൽ ഇത്ര സ്ക്രീനിന്റെ കാര്യങ്ങൾ, അതിന്റെ ബാക്ക് എൻഡിലെ ഡാറ്റാബേസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ഡിസൈൻ ചെയ്യും. അപ്പൊ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടോയ് സോഫ്റ്റ്വെയർ പോലെ ജസ്റ്റ് ഒരു മോഡലാക്കും. എന്നിട്ട് ഡിസൈൻ ചെയ്തു, അതിനെ ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ആക്കി ഒരു മോഡലാക്കി ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അത് കസ്റ്റമറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുക്കും. ഇവിടെ ജസ്റ്റ് ഡിസൈൻ ആണ്, ക്വിക്കായിട്ട് ഡിസൈൻ ചെയ്തു. എന്നിട്ട് അതിനെ നമ്മളൊരു പ്രോട്ടോടൈപ്പ്, ഒരു ചെറിയൊരു വർക്കിംഗ് സോഫ്റ്റ്വെയർ മോഡൽ ആക്കിയെടുക്കും. എന്നിട്ട് അത് കസ്റ്റമർ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് ചെയ്യും, റിഫൈൻ റിക്വയർമെന്റ്സ് ഇൻകോർപ്പറേറ്റിംഗ് കസ്റ്റമർ സജഷൻസ്. കസ്റ്റമർ എന്ത് ചെയ്യും, അതിനകത്ത് വീണ്ടും സജഷൻസ് പറഞ്ഞോളൂ. അതിങ്ങനെ നോക്കി വെച്ചൊക്കെ ഒന്ന് നോക്കി അപ്പോൾ കസ്റ്റമറിന് അതിൽ കുറേ ഡ്രോബാക്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിടാൻ പറ്റും. ദെൻ അത് വെച്ചിട്ട് വീണ്ടും ഈ ഒരു ലൂപ്പ് കുറച്ചു കാലം ഇങ്ങനെ വർക്ക് ചെയ്യും. അത് വെച്ചിട്ട് വീണ്ടും ആ ഡിസൈനിൽ ചേഞ്ചസ് വരുത്തും. ആ ക്വിക്കായിട്ട് ഡിസൈൻ ചെയ്ത് ചേഞ്ച് വരുത്തും. പ്രോട്ടോടൈപ്പ് ഒന്നും കൂടി കറക്റ്റ് ചെയ്തുണ്ടാക്കും, വീണ്ടും കസ്റ്റമറിന് കൊടുക്കും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്നത് എപ്പോഴാണ്, ഓക്കെ ഇപ്പൊ ഇനി ഇത്രയൊക്കെ മതി. അതായത് നമ്മൾ ചെയ്ത് ഒരു അറൗണ്ട് ഒരു 200 റിക്വയർമെന്റ്സ് ഒക്കെ ആയപ്പോൾ കസ്റ്റമർ ഓക്കെ ആയി. അപ്പം കസ്റ്റമർ പറയാണ്, അതായത് അക്സെപ്റ്റൻസ് ബൈ ദി കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒറിജിനൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തന്നു. ആ ഒരു ഡിസൈൻ നമ്മളവിടെ ഫൈനലൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഡിസൈനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡിങ് എഴുതും, ടെസ്റ്റിംഗ് എഴുതും, മെയിൻ്റനൻസ് എഴുതും. അപ്പൊ ഇവിടെയാണ് ആക്ച്വലി പ്രോട്ടോടൈപ്പിംഗ് മോഡലിലുള്ള വ്യത്യാസം കാണുന്നത്. ഇവിടെ ഇങ്ങോട്ട് എന്താണ് നമ്മൾ പഠിച്ച ഇറ്ററേറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ. നോക്കൂ, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ് എല്ലാത്തിനും എന്തുണ്ട്, ഫീഡ്ബാക്കും ഇല്ലേ. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് ഇറ്ററേറ്റീവും, ഇവിടെ പ്രോട്ടോടൈപ്പ് മോഡലിന്റെ ആ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കിളാണ് ഇവിടെ നടക്കുന്നത്. ഡിസൈൻ ഉണ്ടാകുക, പ്രോട്ടോടൈപ്പ് ഉണ്ടാകുക, കസ്റ്റമറിന് ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുക്കുക, വീണ്ടും കസ്റ്റമർ എടുക്കുന്ന ഫീഡ്ബാക്ക് സ്വീകരിച്ച് ക്വിക്ക് ഡിസൈനിന്റെ ചേഞ്ച് വരുത്തുക, പ്രോട്ടോടൈപ്പ് അതിനനുസരിച്ച് ചേഞ്ച് വരുത്തുക, കസ്റ്റമറിന് കൊടുക്കുക, വീണ്ടും കസ്റ്റമർ എടുത്തുള്ള ചേഞ്ച് അനുസരിച്ചിട്ട് ക്വിക്ക് ഡിസൈനിൽ മാറ്റം വരുത്തുക, പ്രോട്ടോടൈപ്പിൽ മാറ്റം വരുത്തുക, കസ്റ്റമറിന് കൊടുക്കുക. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത ശേഷം ബാക്കി ഒരു കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇറ്ററേറ്റീവ് മോഡൽ അനുസരിച്ചിട്ട് ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതാണ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡമ്മി മോഡൽ പോലെ നമ്മൾ, അല്ലെങ്കിൽ ഒരു ടോയ് മോഡൽ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ചെറുങ്ങനെ ഒന്ന് ആ ഒരു ക്ലയന്റിന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ഫേസസ് ഞാൻ ഇതുവരെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. റിക്വയർമെന്റ് ഗ്യാതറിംഗ്, ക്വിക്ക് ഡിസൈൻ, പ്രോട്ടോടൈപ്പ് ബിൽഡിംഗ്, കസ്റ്റമർ ഇവാലുവേഷൻ, അങ്ങനെ ആ ഒരു 9 ഫേസസ്. നേരത്തെ നമ്മൾ 6 ഫേസസ് ആയിരുന്നു 2 എണ്ണത്തിനകത്തും പഠിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തായി, പ്രോട്ടോടൈപ്പ് വന്നപ്പോഴത്തേക്ക് ആ ഫേസസിന്റെ എണ്ണം കൂടി 9 ഫേസസ്. ക്ലിയർ ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് മോഡൽ എന്താണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസും
ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ പ്രോട്ടോടൈപ്പ് മോഡൽ എന്താണെന്ന് പറയാം. ഇൻ ദിസ്, ബിഫോർ ക്യാരി ഔട്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ആക്ച്വൽ സോഫ്റ്റ്വെയർ, എ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഈസ് ബിൽഡ്. നമ്മൾ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒറിജിനൽ ഡെവലപ്മെന്റിനോ ആക്ച്വൽ ഡെവലപ്മെന്റിന് മുന്നേ ആയിട്ട് ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. അതാണ് ഈ പ്രോട്ടോടൈപ്പ് മോഡലിന്റെ പ്രത്യേകത. ഓക്കെ, ദിസ് പ്രോട്ടോടൈപ്പ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ. ഈ ഒരു ചെറിയ മോഡൽ, വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോട്ടോടൈപ്പ് എന്തിനാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് കസ്റ്റമറിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, പ്രോട്ടോടൈപ്പ് ഈസ് എ ടോയ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ആക്ച്വൽ സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഇനി ആ പ്രോട്ടോടൈപ്പിംഗ് ആണ് ഇവിടെ കാണുന്നത്. നോക്കൂ, കസ്റ്റമർ ഫീഡ്ബാക്ക്, ദെൻ ഡെവലപ്പർ റിഫൈൻ പ്രോട്ടോടൈപ്പ്, ദെൻ ടെസ്റ്റിംഗ് ഓഫ് പ്രോട്ടോടൈപ്പ് ബൈ ദി കസ്റ്റമർ, വീണ്ടും കസ്റ്റമറെ ഫീഡ്ബാക്ക്, വീണ്ടും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, വീണ്ടും കസ്റ്റമർ ടെസ്റ്റ് ചെയ്യുക, വീണ്ടും കസ്റ്റമറെ ഫീഡ്ബാക്ക് എടുക്കുക, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രൊസീജിയറാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ് മോഡലിനകത്ത് നടക്കുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. റെഡ്യൂസ് ഡെവലപ്മെന്റ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആദ്യം തന്നെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അതിന്റെ മുകളിൽ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒറിജിനൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഡെവലപ്മെന്റ് കോസ്റ്റ് നേരത്തെ പോലെ ഒരുപാട് ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നിന്നിട്ട് ആദ്യം ഫൈനലൈസ് ചെയ്യുക ഇന്നേതാണ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഡിസൈനിലോട്ടും കോഡിങ്ങിലോട്ടും ഒക്കെ വരും. നേരത്തെ ഇറ്ററേറ്റീവിനകത്ത് ഡിസൈനിലും കോഡിങ്ങിലും ഒക്കെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകും, പിന്നെ ഡിസൈനിലും കോഡിങ്ങിലും വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകും, റിവേഴ്സ് അടിക്കും, അല്ലെ, ഫീഡ്ബാക്ക് പോകും, ആ ഒരു പ്രൊസീജിയർ. പക്ഷെ ഇതിലെന്താണ്, ആദ്യം ഈ ഒരു ലൂപ്പിംഗ്, പ്രോട്ടോടൈപ്പിന്റെ ലൂപ്പിംഗ് കുറച്ച് നേരം അങ്ങനെ കസ്റ്റമറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അത് ഇങ്ങനെ ലൂപ്പായിട്ട് നടക്കും. എന്നിട്ട് അത് അവിടെ ഫിക്സ് ചെയ്യും. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്മെന്റ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. യൂസേഴ്സ് ഗെറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ത്രൂ ദെയർ ഇൻവോൾവ്മെന്റ്. ശരിയാണ്, യൂസേഴ്സ് അതായത് കസ്റ്റമേഴ്സ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. മീൻസ് നന്നായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ അവരോട് ഇൻവോൾവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. യൂസറിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഇൻവോൾവ്മെന്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മോഡലാണ് ഇത്, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. ഇനി വർക്കിംഗ് മോഡൽ ഓഫ് ദ സിസ്റ്റം ഇസ് പ്രൊവൈഡഡ്. വർക്കിംഗ് മോഡൽ ആദ്യമേ ഒന്ന് പ്രൊവൈഡ് ചെയ്യും. അല്ലാതെ നമ്മളിപ്പോൾ ഒരാൾ സോഫ്റ്റ്വെയർ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവരുണ്ടാക്കുന്നവരെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ അത് കിട്ടുക. പക്ഷേ ആദ്യം തന്നെ വർക്കിംഗ് മോഡൽ കൊടുക്കുന്ന ഒരു മോഡലാണ് പ്രോട്ടോടൈപ്പ് മോഡൽ. ഓക്കെ, ഇനി എറേഴ്സ് ആൻഡ് റിസ്ക് ക്യാൻ ബി ഡിറ്റക്ട്. എറേഴ്സും റിസ്ക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മോഡലാണ് പ്രോട്ടോടൈപ്പ് മോഡൽ. റിസൾട്ട്സ് ഹയർ യൂസർ സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. കാരണം യൂസർ കൂടി ഇൻവോൾവ് ചെയ്തിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇൻക്രീസ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഓവറോൾ സിസ്റ്റം. കോംപ്ലക്സിറ്റി കൂടുതലാണ്. കാരണം എപ്പോഴും യൂസേഴ്സ് ഇങ്ങനെ അല്ലെങ്കിൽ ക്ലയന്റ് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ, അത് പറ്റൂല, ഇത് വേണം, മറ്റേത് പറ്റില്ല, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ സാധനം പ്രോട്ടോടൈപ്പ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, can lead to insufficient analysis. ഇൻസഫിഷ്യന്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ച് ആ പ്രോട്ടോടൈപ്പിങ്ങിന്റെ ആ ഒരു സൈക്കിള് അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് മെത്തേഡ് കുറേ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കൊരു സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ അവിടെ സ്റ്റേജിൽ അവിടെ നിൽക്കുന്നില്ല. പക്ഷെ കസ്റ്റമർ വീണ്ടും കസ്റ്റമറിന്റെ നേച്ചർ അനുസരിച്ചിട്ട് അവർ കൂടുതൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെന്ത് ചെയ്യും, വീണ്ടും ഇങ്ങനെ സജഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ അത് എന്താ പറയാ, ഒരുപാട് നമുക്കത് ആ ഒരു പ്രോട്ടോടൈപ്പ് അനാലിസിസ് കുറെ പ്രാവശ്യം നടത്തേണ്ട ഒരു സ്റ്റേജിലോട്ട് പോകും. ഇനി അടുത്തത് എക്സസീവ് ഡെവലപ്മെന്റ് ടൈം ഓഫ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പക്ഷേ ചില കേസിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. ചില പ്രോട്ടോടൈപ്പ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്, നമുക്ക് അറിയാവുന്നതും ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചില കേസിലാണ് ഇത് വരുന്നത്. കാരണം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. സാധാരണ നമുക്ക് ഇതിൻ്റെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാട്ടർഫോൾ മോഡൽ പോലെയൊക്കെയാണ് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുമ്പോൾ കുറഞ്ഞ സമയത്തിന് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. ഇറ്ററേറ്റീവ് ആകുമ്പോൾ അതിന് കൂടും. കാരണം എല്ലാ സ്റ്റെപ്പൊന്നും ഫീഡ്ബാക്ക് പോകുമ്പോൾ സമയം കൂടും. ഇതിനകത്ത് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ നമ്മളൊരു എക്സ്ട്രാ ടൈം കാണണം. അതാണ് ആക്ച്വലി. എന്നിട്ട്
വീണ്ടും ഈ റിക്വയർമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഈ കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് പിന്നെയാണ് നമ്മൾ ആക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സമയം. ഓക്കെ, ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റുന്നത് കൊണ്ട് ഇതൊരു സ്ലോ പ്രോസസ്സാണ്. Too much involvement of client is not always preferred by developer. നോക്കൂ, ഇങ്ങനെ ഒരുപാട് ടു മച്ച് ഇൻവോൾവ്മെന്റ് ക്ലയന്റ് സൈഡിൽ നിന്ന് വരുമ്പം അത് ഡെവലപ്പർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ചില കേസിൽ സിമ്പിൾ സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ക്ലയന്റ് എന്ത് പറഞ്ഞാലും അത് ഡെവലപ്പർക്ക്. പക്ഷെ ചില കോംപ്ലിക്കേറ്റഡ് പ്രോജക്റ്റിന്റെ കേസിൽ ക്ലയന്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും സജഷൻസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്ത് ലോജിക് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരണ്ടേ അല്ലേ? നമ്മളൊരു ഹാർഡ്വെയർ പ്രോഡക്റ്റ് ഒന്നല്ലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മുടെ ലോജിക് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ വീണ്ടും 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 ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ കസ്റ്റമർ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചില കേസിൽ അത് ഡെവലപ്പറിന് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ടു മെനി ചേഞ്ചസ് ഡിസ്റ്റർബ് ദ റിതം ഓഫ് ഡെവലപ്മെന്റ്. ആ ഡെവലപ്മെന്റ് ഒരു ഫ്ലോനെ തന്നെ എന്ത് ചെയ്യും, അത് ബാധിക്കും. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോട്ടോടൈപ്പ് മോഡലിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയോ? 3 മോഡൽസ് നമ്മൾ എന്ന് പറഞ്ഞു. 3 ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വാട്ടർഫോൾ മോഡൽ, 2 ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ, 3ാമത്തത് പ്രോട്ടോടൈപ്പ് മോഡൽ. ഈ 3 മോഡൽസും പഠിക്കണം. 3ലും വരുന്ന സ്റ്റെപ്സ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. പ്രോട്ടോടൈപ്പിൽ മാത്രം ഒരു 3-4 സ്റ്റെപ്പ് അധികം വരുന്നുണ്ട്. 3 സ്റ്റെപ്പ് അധികം വരുന്നുണ്ട്. അത് ക്വിക്ക് ഡിസൈൻ ഉണ്ടാക്കുക, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, കസ്റ്റമറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുക്കുക. ഈ സ്റ്റെപ്സ് ആണ് ഇതിൽ അധികം വരുന്നത്. ഓക്കെ, അപ്പം അത് മാത്രം ഒന്ന് നോക്കുക. ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ ഫേസ് മോഡൽസ് പറയാനുള്ളത് കൊണ്ടാണ് ഫേസസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പൊ ആ ഫേസസ് ഒന്ന് നോക്കിയ ശേഷം മാത്രം ഈ ക്ലാസ് കേൾക്കാം. പിന്നെ എല്ലാവരും ഇപ്പോഴത്തെ നമ്മുടെ ചുറ്റുപാടിലെ കണ്ടീഷൻസ് വളരെ ഏറെ മോശം കാലാവസ്ഥയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. സോ എല്ലാവരും വീട്ടിൽ തന്നെ നിൽക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.